ഇപ്പോൾ IMD ഡയറക്ടർ നീത കെ ഗോപാൽ ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം മാം. ഈ വേനൽ മഴയുടെ ഒരു മുന്നറിയിപ്പ് എല്ലാ ദിവസവും നൽകുന്നുണ്ട്. ഇത് എത്ര ദിവസം കൂടി ഇത്തരത്തിലുള്ളൊരു മഴ ഉണ്ടാകും? ഒപ്പം തന്നെ ഈ മുന്നറിയിപ്പില്ലാത്ത ജില്ലകളിൽ ഉൾപ്പെടെ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ടല്ലേ? കേരളത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴയുണ്ടാവും. ചില ജില്ലകളിൽ 6.5 സെന്റിമീറ്റർ മുകളിൽ മഴ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ യെല്ലോ കളർ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും മഴ ഉണ്ടാവും. പക്ഷേ നമുക്കൊരു യെല്ലോ കളർ അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കേണ്ട അത്രയും ഒരു അളവിൽ മഴ പെയ്യണമെന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ചില ജില്ലകളിൽ മാത്രം യെല്ലോ കളറും ബാക്കിയുള്ള ജില്ലകളിൽ ഗ്രീൻ കളറുമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള സ്ഥലങ്ങളിൽ മഴ ഉണ്ടാവും. പക്ഷെ മഴയുടെ അളവ് കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ നല്ല രീതിയിൽ മഴയുണ്ടാവും. പിന്നെ മഴയോടൊപ്പം വേനൽ മഴയായതുകൊണ്ട് തന്നെ ഇടിയോടുകൂടിയുള്ള മഴയായിരിക്കും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കാറ്റിന് ശക്തിയേറിയ കാറ്റിനും സാധ്യതയുണ്ട്. അത് കേരളം മുഴുവനും അങ്ങനെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. ഈ വേനൽ മഴയിൽ കൂടുതലായി തന്നെ ഒരു ഇടിമിന്നലിന്റെ ഒരു സാധ്യതയുണ്ടല്ലേ? പലയിടങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇടിമിന്നലിലൊക്കെ ഇങ്ങനെ വീടുകൾ കത്തി നശിക്കുന്നു, അങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഇടിമിന്നൽ എപ്പോഴും ഈ വേനൽ മഴയോടൊപ്പമുള്ള ഒരു പ്രോസസ്സായി തന്നെയാണോ കാണുന്നത്? അതെ, വേനൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇടിമിന്നലിനോടൊപ്പമായിരിക്കും. അത് എപ്പോഴും അത് അങ്ങനെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് കാലവർഷം തുടങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഇടിമിന്നലിന്റെ അളവിലൊരു കുറവ് വരുള്ളൂ. അപ്പൊ അതുവരേക്കുമുള്ള മഴ ഉള്ള ദിവസങ്ങളിൽ മുഴുവനും മഴയോടൊപ്പം ഇടിക്കുമുള്ള സാധ്യതയുണ്ടെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയുള്ളത് ഈ പകൽ സമയങ്ങളിൽ ചൂടും രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരത്തിന് ശേഷം മഴ എന്നുള്ള തരത്തിൽ തന്നെയാണോ? ഈ ചൂടിന് ചെറുതായിട്ടെങ്കിലും ഒരു കുറവ് വരാൻ സാധ്യതയുണ്ടോ? ചൂടിന്റെ ഒന്നും മുന്നറിയിപ്പ് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. അപ്പൊ ചൂടിനുള്ള മുന്നറിയിപ്പ് നമ്മൾ പിൻവലിച്ചിട്ട് ഏകദേശം ഒരു 4-5 ദിവസത്തോളമായി. ഇപ്പോ ഇന്നലെ ആയിരുന്നു ഒരു താപനിലയുടെ ഉയർച്ച തെക്കൻ ജില്ലകളിൽ മാത്രം കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അവിടെയും മഴ പെയ്തതോടുകൂടി അവിടുത്തെയും താപനില സാധാരണ രീതിയിലായി. ഇപ്പോൾ കേരളത്തിലെ താപനില സാധാരണ നിലയിലാണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ചൂടിനുള്ള മുന്നറിയിപ്പിന്റെ ആവശ്യമില്ല. മാത്രമല്ല താപനില നമുക്ക് സാധാരണഗതിയിലേക്കായി. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ മഴ മിക്കവാറും ഒക്കെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. ഇപ്പൊ രാവിലെ സമയങ്ങളിലുള്ള വെയിൽ ഒരു പക്ഷേ അല്പം കാഠിന്യം ഉണ്ടാവാം. ഇന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് ആകാശം മേഘാവൃതമായിരുന്നുകൊണ്ട് അത്രയ്ക്കധികം വെയിലിന് കടുപ്പം തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ എല്ലാ ദിവസങ്ങളിൽ ഉച്ചവരെയുള്ള വെയിലിന് അല്പം കടുപ്പം ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് മുന്നറിയിപ്പുകളൊന്നും ഇല്ലെങ്കിലും നേരിട്ട് വെയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തീർത്ത് ഒഴിവാക്കാനുള്ള ഒരു സമയമായിട്ടില്ല. അത് മെയ് മാസത്തിന്റെ തുടക്കമല്ലേ നമ്മളായിട്ടുള്ളൂ. ശരി, വളരെ നന്ദി നീത കെ ഗോപാൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.